ഹായ്, ഐ എം ആഷിഖ്. വി ആർ ക്രിയേറ്റീവ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുഷ്പ 2 എന്ന അല്ലു അർജുൻ മൂവിയുടെ റിവ്യൂവായിട്ടാണ്. ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തീരെ വർക്കായിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഫസ്റ്റ് പാർട്ട് എൻഡിങ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഫഹദ് ഫാസിലും അല്ലു അർജുൻ തമ്മിലൊരു ഇതിലാണ് പടം എൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പകുതി പോലും ആ ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു ഫഹദ് ഫാസിൽ വെറും 10-12 മിനിറ്റ് സീനിലാണ് വരുന്നത്. പക്ഷേ ആ 12 മിനിറ്റുള്ള ഒരു പഞ്ച് സെക്കൻഡ് പാർട്ടിൽ എവിടെയും കാണാൻ പറ്റിയില്ല. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിപ്പം ഫസ്റ്റ് പാർട്ടിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്, സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ട് പിന്നെ പുതിയ കുറേ ആളുകൾ വരുന്നുണ്ട്, ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു പഞ്ചില്ല. അവർ ജസ്റ്റ് വരിക, അവർ അഭിനയിച്ച് പോകുക, അത്ര തന്നെ. ഒരു പവറൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് പാർട്ടിൽ ഫഹദ് ഫാസിലിൻ്റെ റോള് വിടാം. ഇപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ അവൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച സ്ത്രീയുണ്ട്. അവർക്കൊന്നും തീരെ ഒരു റോളില്ല. അവർ വെറുതെ വന്ന് അവിടെ അഭിനയിച്ച് പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. രശ്മിക മന്ദാനൊക്കെ സത്യം പറയുകയാണെങ്കിൽ കോമഡി പീസ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു അവർ ഒന്നുകൊണ്ട് സീന് കുറച്ച് കുഴപ്പമില്ല, റൊമാൻസ് സീനൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കിയുള്ളൊക്കെ കുറച്ച് വെറുതെ എന്തൊക്കെ ഒരു ഏച്ച് കുട്ടിയെ പോലെ പെർഫോമൻസ് കണ്ടിട്ട് തോന്നിയത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയത് സ്ക്രീൻ പ്ലേ വളരെ വീക്കായ സ്ക്രീൻ പ്ലേ, അതിലും വീക്കായ പെർഫോമൻസ്. അത്ര മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിയുള്ളൂ. ഫഹദ് ഫാസിലിൻ്റെ റോള് ഫഹദ് ഫാസിൽ നൈസായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ക്യാരക്ടറിൻ്റെ പഞ്ചില്ലാത്തതുകൊണ്ട് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ ഫഹദ് ഫാസിൽ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫഹദ് ഫാസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്പ മൂവി തനിക്ക് വലിയൊരു ബ്രേക്കൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല. പുള്ളിക്കാരൻ നല്ല നൈസായിട്ട് തന്നെ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് തന്നെ. പക്ഷേ അല്ലു അർജുൻ റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു തിരക്കഥയ്ക്ക് ഒരു പവർ ഇല്ലെങ്കിൽ പിന്നെ എന്നാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. പക്ഷേ മറ്റുള്ള ആക്ടേഴ്സൊക്കെ വെറുതെ അവനെ അനുസരിച്ച് നിൽക്കുന്ന ക്യാരക്ടർ പോലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിലൊരു ഫൈറ്റും പാട്ടും അതിൻ്റെ സംഭവങ്ങളുണ്ട്, ഇമോഷണൽ സംഭവങ്ങളുണ്ട്. പക്ഷേ എവിടെയും വർക്കായിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ DSP ദേവിശ്രീ പ്രസാദിൻ്റെ മ്യൂസിക് വരെ ഒരു പഞ്ച് തന്നിട്ടില്ല. ഇപ്പോൾ പുഷ്പ ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ എല്ലാ പാട്ടും എടുത്തിട്ട് ഒരു വേറെ രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പക്ഷേ ഇതിൽ എൻ്റെ എനിക്കാകെ ഇഷ്ടപ്പെട്ട കുറച്ച് BGM കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടായിരുന്നു. പക്ഷേ അത് ചില സീനിൽ വളരെ മോശമായിപ്പോയി, ചില സീനിൽ നൈസായിട്ടുണ്ടായിരുന്നു BGM ഒക്കെ. പിന്നെ ഫഹദ് ഫാസിലും ഇവന് തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്, അത് നല്ല രസമായിട്ടുണ്ട്. അല്ലു അർജുൻ തമ്മിലുള്ള ഇൻ്റർവെൽ പോർഷനും പിന്നെ അതുപോലെ ഇൻ്റർവെൽ ശേഷം ഒരു സീനുണ്ട്, അതൊക്കെ കുറച്ച് രസമായിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ പുഷ്പ ഫസ്റ്റിൽ സുനിൽ എന്ന ക്യാരക്ടറായാലും മെയിൻ വില്ലനായിരുന്നു. പുള്ളിക്കാരൻ നല്ല അനസൂയ ഭരദ്വാജ്, അവരൊക്കെ ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര പവറുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇതിൽ ജസ്റ്റ് അവർ വന്ന് പോകാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡയലോഗ് പറഞ്ഞ് പോകാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഒരുപാട് നല്ല ഇമോഷണൽ ഒരുപാട് സീൻസ് ഉണ്ട്. ഇപ്പോൾ അല്ലു അർജുൻ്റെ കുട്ടിക്കാലത്തുള്ള കുറേ ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒന്നുമില്ല സംഭവം. ഇതിൽ വെറുതെ ചില സീനിലടക്കം നല്ല സെൻറ്റിമെൻറ്റ്സ് വരും. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് അത് അതിനായിട്ട് തിരികെ കയറ്റിയ പോലെ എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണൽ തോന്നിയത് അത് അതിനായിട്ടൊരു ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ഇതാക്കിയ പോലെ തോന്നി. ഒരു വലിയൊരു ഇതൊന്നുമില്ലായിരുന്നു, ഡെപ്ത്തൊന്നുമില്ല ആ സീനിന്. പിന്നെ ഇതിൽ എന്താ പറയുക, മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. സുകുമാറിൻ്റെ ഡയറക്ടറാണ് നല്ല മേക്കിംഗ് ആയിരുന്നു. അതുപോലെ സിനിമാറ്റോഗ്രാഫി, അതുപോലെ കളർ ഗ്രേഡിങ്, എഡിറ്റിങ്, പിന്നെ സൗണ്ട് മിക്സിങ്, അല്ല റോസ് ബുക്കിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ ഓരോ ഫ്രെയിംസും അതൊക്കെ നല്ല രസമായിട്ടായിരുന്നു. ഭയങ്കര റിച്ച് ഫ്രെയിംസ് ആയിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, അതായത് ഇതിൻ്റെ ഒരു തിരക്കഥയ്ക്ക് ഒരു പവർ ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. പെർഫോമൻസിനെ പിടിച്ചൊക്കെ വെച്ചാൽ ഇതിൽ അല്ലു അർജുൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ആർക്കും വലിയ റോളില്ല. ബാക്കി എല്ലാവരും ജസ്റ്റ് വന്ന് പോകാമെന്നുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് ചെയ്യാനില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് ഇതിലെ സുകുമാർ, പുഷ്പയുടെ ഡയറക്ടറാണ്. പുള്ളിയുടെ ആദ്യ പടം മുതൽ, അതായത് ആര്യ ഫസ്റ്റ് മുതലുള്ള ഞാൻ എല്ലാ മൂവീസും പുള്ളിക്കാരെ കാണാറുണ്ട്. പുള്ളി നല്ല ടാലൻറ്റുള്ള ഡയറക്ടറാണ്. പക്ഷേ പുള്ളിക്കാരൻ ഇതിലേക്ക് എത്തിയപ്പോൾ എന്താ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിയപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ തേർഡ് പാർട്ട് വരുന്നുണ്ട്, ആ ലെവലിലാണ് പടം എൻ്റെ ചെയ്യുന്നത്. പക്ഷേ തേർഡ് പാർട്ടിൽ എന്താണെന്ന് അറിയില്ല. ഇപ്പം ഇപ്പോൾ സെക്കൻഡ് പാർട്ട് തന്നെ ഓൾമോസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ തന്നെ പുഷ്പ 2 ഇത് എൻ്റെ അയക്കാന്ന് തോന്നി, എനിക്ക് കണ്ടിട്ട് തോന്നിയത്. കഥ മൊത്തം ഒരു എൻ്റെ അയക്കായിരുന്നു. പക്ഷേ അത് തേർഡ് പാർട്ടിലൊക്കെ ഒരു തരം കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്താണെന്ന് അറിയില്ല, എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. തേർഡ് പാർട്ടിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ആക്ടർ വെച്ചിരുന്ന സംഭവം പോവുകയാണെങ്കിൽ കുറച്ചുകൂടി പഞ്ച് ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഒന്നുമില്ല. ഇത് ഓൾമോസ്റ്റ് പടം തുടങ്ങിയൊരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം സംഭവം എല്ലാവർക്കും മനസ്സിലാവും. ഞാനിപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ആളുകൾക്കും തീരെ ലൈക്കായിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ വെറുതെ കണ്ടിരിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അവർക്കും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. കൈയടിക്കുന്ന സംഭവങ്ങളൊന്നും അവർക്കില്ലായിരുന്നു. പിന്നെ ഒരു സുകുമാർ എന്ന ഡയറക്ടർ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ ഓൾമോസ്റ്റ് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറയുന്നത് പുഷ്പ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി രാം ചരൺ തേജ് അഭിനയിച്ച രംഗസ്ഥലം മൂവിയാണ്.
അത് 2018 റിലീസ് ചെയ്ത മൂവിയാണ്. ഞാൻ ആ കാലത്ത് ദുബായിലായിരുന്നു. അപ്പോൾ അന്ന് എനിക്കപ്പുറം തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആമസോൺ പ്രൈമിലാണ് ആ ഫിലിം കണ്ടത്. തെലുങ്ക് വേർഷനാണ് കണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവി. കാരണം രാംചരൺ എന്ന് പറഞ്ഞ എന്താ പറയുക, രംഗസ്ഥലം പറഞ്ഞ മൂവി പറയുമ്പോൾ രാംചരനെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ്റെ കരിയറിൽ രണ്ട് ഡയറക്ടറാണ് പുള്ളിക്കാരനെ ഒരു നടൻ എന്ന രീതിയിൽ പുള്ളിക്കാരനെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് SS രാജമൗലി, പുള്ളിക്കാരൻ്റെ മഗധീരയാണ് മൂവി, എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്, മഗധീര. പിന്നെ ഈ രംഗസ്ഥലം സുകുമാർ ഡയറക്റ്റ് ചെയ്ത ഇത്. അതിൽ രണ്ടിലെ പെർഫോമൻസും ബെസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൽ അത്രയും നല്ല ഇതായിരുന്നു, ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് രംഗസ്ഥലത്തിലെ ക്യാരക്ടർ രാംചരൺ തേജിൽ. അതുപോലെ പുള്ളിക്കാരൻ തന്നെ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് മഹേഷ് ഭവൻ വെച്ചിട്ട് നെന്നെക്കൊണ്ട് എന്ന മൂവി. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് സൂര്യ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, സൂര്യ മൂവീസിലൊക്കെ. നമ്പർ 1 എന്ന് പറഞ്ഞൊരു മഹേഷ് ഭവൻ മൂവിയുണ്ട്. അത് പുള്ളിക്കാരൻ ചെയ്തതാണ്. സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു. അതുപോലെ ജൂനിയർ NTR വെച്ച് ചെയ്ത നന്നക്കും പ്രേമന്ത് എന്ന മൂവി ഉണ്ടായിരുന്നു. അതും ഭയങ്കര നല്ല രസമുള്ള മൂവിയായിരുന്നു. ഞാനത് ദുബായിൽ നിന്ന് തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ്. വെച്ചാൽ ഓൾമോസ്റ്റ് സുകുമാർ എന്ന ഡയറക്ടർ ഓൾമോസ്റ്റ് മൂവീസിലും മ്യൂസിക് ചെയ്യിക്കാൻ DSP ആണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു ചാനലിൽ പുള്ളിക്കാരൻ പണം ചെയ്യാറില്ല. പുള്ളിക്കാരൻ ഒരു മൂവി ഫാമിലി ഡ്രാമ ആണെങ്കിൽ അടുത്തൊരു ആക്ഷൻ മൂവി ആയിരിക്കും ചെയ്യുക. പിന്നെ ഒരു വല്ല കോമഡി, റൊമാൻറ്റിക് കോമഡി അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് പുള്ളിക്കാരൻ പോകാം. പുള്ളിക്കാരൻ ഈ മൂവിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 3-4 വർഷത്തോളം പുള്ളിക്കാരൻ നിന്നത്. പക്ഷേ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും വർക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ട എല്ലാ പ്രശ്നങ്ങളും വർക്കായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് അവർ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പടം നല്ലൊരു ഹിറ്റാവേണ്ടിയായിരുന്നു. ഇപ്പോൾ ഇതോട് കളക്ഷൻ ഒരുപാട് കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തീരെ വർക്കായിട്ടില്ല. എൻ്റെ ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഗുഡ് നൈറ്റ്, ബൈ.